അവൻ കരങ്ങളെ അടിച്ച് അവൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്വന്തം എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു സന്തോഷത്തോടെ നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരു വെള്ളിയാഴ്ച പകൽ കൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന നല്ല അവസരത്തിനൊക്കെ നമുക്ക് സ്തുതിക്കാം. ചില നിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ മുഴുവനുമായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സകല സ്തുതികളും പുകഴ്ചയും ഒക്കെ കർത്താവിന് മാത്രമായി. പ്രൈസ് ദി ലോർഡ്. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും ഈ സന്ധ്യയിൽ നമ്മളോട് ആയിരിക്കുമ്പോൾ, എന്ത് പ്രയാസമുള്ളവരോടുകൂടി ആയിരിക്കുമ്പോ ഹല്ലേലൂയ, അതൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ ഈ ലോകത്ത് ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അവരൊക്കെ സമയത്ത് മാറിപ്പോകുന്നിരിക്കാം. ഹല്ലേലൂയ. നമുക്ക് വാക്ക് തന്നവൻ അവന്റെ വാക്കൊരിക്കലും മാറത്തില്ല. ഹല്ലേലൂയ. അവൻ നമ്മളെ സഹായിക്കും, നമ്മളെ കരുതും, നമ്മളെ പുലർത്തുവാൻ ശക്തനായ കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരുമിച്ച് ഹല്ലേലൂയ നമ്മുടെ പ്രൈസ് ദി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലേ. ഹല്ലേലൂയ.
സന്തോഷത്തോടെ ചില നിമിഷം കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ലഭിക്കുന്ന വളരെ ചുരുങ്ങിയ നിമിഷങ്ങളാണ് കർത്താവിനെ ആരാധിക്കാൻ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കർത്താവിനെ ചില നിമിഷം ആത്മാവിനെ ആരാധിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അവസ്ഥകളും മാറ്റുവാൻ കർത്താവ് മതിയാവുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് കർത്താവിനെ കരങ്ങളെ തരുമ്പോൾ ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവ് സ്തുതിച്ചാട്ടെ. Lord.
Oh
യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. ഓ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ഓ തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ഓ എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവൻ നീ അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവൻ നീ അറിയുന്നു. ഒന്നായി നിലത്തു വീണിടേണമെങ്കിൽ, ഒന്നായി നിലത്തു വീണിടണമെങ്കിൽ, ഉന്നതനാരിന്റെ സാധ്യമായിടൂ. ഉന്നതനാരിന്റെ സാധ്യമായിടൂ. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാം. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മെ തന്നെ സമർപ്പിച്ചു. ദൈവമേ, ഞങ്ങളോട് മനസ്സരിയണം. ഹൃദയംഗമായി ഞങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചു. എന്റെ വീഴ്ചകൾ ഓർക്കുന്ന ദൈവമേ, എന്നോട് മനസ്സരിയണമേ ദൈവമേ. എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ. എന്റെ മനസ്സിന്റെ വേദന അങ്ങ് അറിയുന്നു, എന്റെ സങ്കടം അങ്ങ് അറിയുന്നു. എന്നെ ഉള്ളതുപോലെ അറിയുന്നവനങ്ങ് അപ്പാ, ഞങ്ങളോട് മനസ്സറിയണമേ. കർത്താവേ, സഭയോട് ദൈവം മനസ്സറിയണമേ. ജനത്തോട് ദൈവം മനസ്സറിയണമേ. ഞങ്ങളുടെ വീഴ്ചകൾ ഓർക്കരുതേ. ദൈവത്തോടൊന്ന് സംസാരിക്കുന്ന രാത്രി നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ, നിന്റെ വേദന മാറണമെങ്കിൽ, നിന്റെ സങ്കടം മാറി നിൽക്കണമെങ്കിൽ, ഹൃദയം ദൈവസ്ഥിതി പകർന്നുകൊണ്ട്
എന്നെ മാറ്റുന്ന, എന്നെ അറിയുന്ന, എന്റെ സങ്കടം മാറ്റുന്ന, എന്റെ വേദന മാറ്റുന്ന എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തോ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ച സമർപ്പിക്കാൻ നമ്മുടെ ആദരത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ പാടി സ്തുതിക്കാം. വൻവിനകൾ വന്നിടുകിൽ വരയുകയിൽ ഹൃദയം വൻവിനകൾ വന്നിടുകിൽ വരയുകയിൽ ഹൃദയം തകർന്നുപാട് വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം ശാസനകൾ
സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദിവസത്തിലായിരിക്കാം. ഈ സന്ധ്യയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് നടത്തി വരാം. അതിനാധാരമായി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ഇന്ന് രാത്രി ആത്മാവിൽ പ്രസംഗിപ്പാൻ അടിയന് കൃപ നൽകണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ഈ വചനത്തിലൂടെ വിടുതൽ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പിതാവായിരുന്ന ആമേൻ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തെ കുറിച്ച് വ്യക്തമായി അരുളി ചെയ്യുന്ന ഒരാലോചനയാണ് ഇന്ന് സന്ധ്യയിൽ ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. എബ്രായ ലേഖകൻ അവൻ വിശ്വാസത്തെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുമ്പോൾ അവൻ സ്വന്തം ആദ്യ പിതാക്കന്മാരെ കുറിച്ചും അവരുടെ വിശ്വാസത്തെ കുറിച്ചും അവരുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചും വിശ്വാസത്തോടെ അവർ മുൻപോട്ട് പോയത് കൊണ്ട് അവർ പ്രാപിച്ച വിടുതലിനെ കുറിച്ചും പ്രാപിച്ച നന്മയെ കുറിച്ചും അവിടെ വ്യക്തമായി അവൻ അറിയിക്കുന്നുണ്ട്. അവൻ സ്വന്തം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് ലേഖകൻ വ്യക്തമായി എഴുതി ആരംഭിക്കുമ്പോൾ അവിടെ വിശ്വാസത്തെ കുറിച്ച് പറയുവാൻ പിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. അവിടെ അവർ കർത്താവിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി തീർന്നുവെന്ന് വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പിതാക്കന്മാരെ വിളിച്ചു വേർതിരിച്ച ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വാസത്തോടെ ദൈവസന്നിധി നിൽക്കുക എന്നുള്ളതും വിശ്വാസത്തോടെ ദൈവസന്നിധി നിൽക്കുന്നവർ അനുസരിക്കേണ്ട കാര്യം എന്താണ് എന്നും അനുസരിക്കേണ്ട വചനം അനുസരിച്ച് ദൈവസന്നിധി വിടുതൽ പ്രാപിപ്പോ സ്വർഗം ഇടയാക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് സ്തോത്രം. അബ്രഹാം സ്തോത്രം വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നദിയോടെ സ്തോത്രം. ആദ്യത്തെ പേര് അബ്രഹാം എന്നായിരുന്നു. അവൻ സ്തോത്രം ദൈവം അത് മാറ്റി നൽകി അബ്രഹാം എന്നാക്കി. സ്തോത്രം, ഹല്ലേലൂയ. ബഹുമാന്യ പിതാവെന്നാണ് അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം. അവൻ ബഹുജനതകൾക്ക് പിതാവെന്നാണ് അബ്രഹാം എന്നുള്ളത്. സ്തോത്രം കണ്ടോ? അവൻ സ്തോത്രം ആരെയും ബഹുമാന്യ പിതാവിനെ അവൻ ബഹുജനങ്ങളുടെ പിതാവാക്കി മാറ്റുവാൻ ആർക്ക് കഴിഞ്ഞു? ദൈവത്തിന് കഴിഞ്ഞു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവൻ പലപ്പോഴും ദൈവവചനം വായിച്ചും അവൻ കേട്ടും നമുക്ക് വളരെ പരിചിതമായ കാര്യമാണ്. അതിനെക്കൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് വേണ്ട ആലോചന പ്രാർത്ഥനയോടെ ദൈവസന്നിധമായിരുന്ന ദൈവാത്മാവ് നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് ദൈവാത്മാവ് പറയുക. സന്തോഷത്തോടെ എല്ലാവരും ആയിരുന്നാട്ട് എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാം ഏതു ഭവനത്തിലായിരുന്നു, എങ്ങനെയുള്ള ഭവനത്തിലായിരുന്നു എന്നൊക്കെ ദൈവവചനത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവൻ വിഗ്രഹങ്ങളാൽ അവൻ ഉണ്ടാക്കപ്പെടുകയും അവൻ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നിന്ന വ്യക്തിയും അവൻ കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവൻ താൻ സേവിക്കുന്ന വിഗ്രഹങ്ങൾക്ക് തന്നെ വിടുവിക്കാൻ കഴിയത്തില്ലെന്നുള്ള ഉറപ്പ് തന്റെ ജീവിതത്തിൽ നടന്നപ്പോ ദൈവത്തിന്റെ വിളിയെ കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വിളിയെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് ലഭിപ്പാൻ സ്തോത്രം. 7 സവിശേഷ വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് നൽകി. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും
അനുഗ്രഹിക്കപ്പെടും. സന്തോഷമുണ്ടോ ദൈവമക്കളെ? സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, അവൻ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവൻ വാഗ്ദത്തങ്ങൾ നൽകി. വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം വിശ്വസ്തയോടെ അബ്രഹാമിനെ ദൈവം നിർത്തി. സ്തോത്രം. ആമേൻ. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ തന്റെ ജീവിതത്തിൽ നടക്കാൻ കഴിഞ്ഞതിന്റെ കാരണം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അബ്രഹാം നിന്നു. സ്തോത്രം. അവിടെയാണ് നാം വായിച്ചത്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട അനുസരിച്ചു. സ്തോത്രം. രാത്രി സന്തോഷമുണ്ടോ? ആരെ വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങി തിരിച്ചു. പക്ഷേ തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാപിക്കാനിടയായതിന്റെ ഒരു കാര്യം വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ച അബ്രഹാം എന്തു ചെയ്തു? അനുസരിച്ചു. സ്തോത്രം. രാത്രി ദൈവവൈദ്യരെ, ദൈവത്തിന്റെ ആത്മാവ് ദൈവസനെ നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്താലാണോ ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്നെങ്കിൽ വിശ്വാസത്തോട് ഇറങ്ങി തിരിച്ചവർ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആരെ അനുസരിക്കണം? ദൈവത്തിന്റെ വചനത്തെയും അനുസരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇന്ന് രാത്രി വിശ്വാസമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവവചനം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തോട് ഇടപെടുന്നത് അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? അനുസരണത്തോടെയാണോ നാം മുൻപോട്ട് പോകുന്നത്? ദൈവവചനം നമ്മളോട് ഇടപെടുമ്പോൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് ആദ്യം മാത്രമാണോ അബ്രഹാം അനുസരിച്ചത്? ജീവിതത്തിന്റെ അന്ത്യം വരെയും അബ്രഹാമിനെ അനുസരിപ്പാൻ ദൈവത്തിന്റെ വചനം മാത്രമേ, ദൈവത്തിന്റെ വാക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ വിശ്വാസത്തോടെ നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ നിനക്ക് അനുസരിപ്പാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ കൽപ്പനകൾ മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം എന്ത് പറയുന്നു അതനുസരിക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അനുസരണത്തോടെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് അനുസരണത്തോടെ ദൈവസന്നിധി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലുണ്ട് കേട്ടോ. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലുതാക്കുമെന്ന് ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്തു. എന്തായിരുന്നു അതിന്റെ പിന്നിലെ കാര്യം? അബ്രഹാം ഒന്നും നോക്കാതെ അനുസരിപ്പാൻ തയ്യാറാണ്. അനുസരിപ്പാൻ തയ്യാറാണ്. അപ്പോസ്തല പ്രവർത്തികളില് സ്തെഫാനോസ് ദൈവസന്നിധി നിന്നപ്പോൾ, ദൈവത്തിന്റെ സന്നിധി വചനവുമായി നിൽക്കുമ്പോൾ പുരോഹിതന്മാർ തർക്കിച്ചപ്പോൾ, അവർക്കെതിരെ തർക്കമുണ്ടായപ്പോൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിൽ പ്രസന്നനായി സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞൊരു വചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. 4 വരെയുള്ള വാക്യം. ചാപ്റ്റർ 7 വേഴ്സ് വായിച്ചു. ഇത് ഉള്ളതുപോലെ ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ
കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. കേട്ടോ, സ്തെഫാനോസ് അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോ അവൻ സ്വന്തം അവിടെ നിന്ന് അവൻ പരീശന്മാരോടും മഹാപുരോഹിതന്മാരോടും അവൻ സ്തെഫാനോസിനെതിരെ തർക്കിച്ചപ്പോ ആ മഹാപുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് അവൻ നമ്മുടെ പിതാവായ അബ്രഹാം എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോ എന്താ ചെയ്തത്? ഒന്നു ചെയ്തു, ദൈവത്തെ അനുസരിച്ചു. സ്വതന്ത്രം. ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് അവൻ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് ആര് പറഞ്ഞു? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം അത് കേട്ടിട്ട് അവൻ മിണ്ടാതെ ഇരുന്നോ, അനങ്ങാതെ ഇരുന്നോ? ഇന്ന് രാത്രി സന്തോഷത്തോടെ ആയിരിക്കണം, പ്രാർത്ഥനയോടെ ആയിരിക്കണം. അബ്രഹാം ദൈവത്തിന്റെ ആത്മാവ്, അവൻ ദൈവം തേജോമനായ ദൈവം ആർക്ക് പ്രത്യക്ഷനായി? അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, അവൻ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് അവൻ പോകാനുള്ളവനാ. നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കാനുള്ളവനല്ല. ദൈവത്തിന് അബ്രഹാമിനെ കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ചെയ്തെടുക്കണമെങ്കിൽ അവൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല. സ്വത്രം. സന്തോഷമുണ്ടോ? അവൻ തേജോമനായ ദൈവം അവൻ അബ്രഹാമിന് പ്രത്യക്ഷനായി. ആ ദൈവം പറഞ്ഞു, അവൻ നീ വിടേണ്ടതിനെ വിട്ടേച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ സ്വത്രം അനുസരിച്ചോ? അബ്രഹാം അനുസരിച്ചു. അവന്റെ പിതാവായ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ കൽപ്പന, ദൈവം അരുളി ചെയ്ത കാര്യം അനുസരിച്ചു. സ്വത്രം. വിളിച്ചു വേർതിരിച്ചതിന് ശേഷം ദൈവം ഇടപെട്ട കാര്യം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോ ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. അബ്രഹാമിന് വേണ്ടി ഒരു ദേശം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമവിശ്വാസികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതവാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കി വെച്ചിരിക്കുന്നു. സ്വന്തം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുക. നമ്മുടെ യേശു ക്രിസ്തു പോയിരിക്കുക. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു മധ്യസ്ഥ അണയ്ക്കുമ്പോ ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ സന്നിധി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിപ്പ, ദൈവം പറയുന്നത് അനുസരിപ്പ. ദൈവം ആഗ്രഹിക്കുമ്പോ അതിന് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? അനുസരിക്കാൻ കഴിയുന്നവെങ്കിൽ ദൈവവുമായി വലിയ തെറ്റാണ്. ഒരു ചെറിയ കാര്യം പോലും നമ്മൾ വിട്ടുകളയരുത്. ദൈവസഭ ദൈവാത്മാവിനാൽ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിക്കുമ്പോൾ നിസ്സാരമായി നാം തള്ളിക്കളയരുത്, ചെറുതായി നാം എടുക്കരുത്. ദൈവത്തിന്റെ വചനം അത് ദൈവത്തിന്റെ ദാസന്മാരോട് അഭിഷിക്തന്മാരോട് സംസാരിക്കുമ്പോ അത് നമ്മുടെ കാതുകളിലൂടെ കേട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുമ്പോ അത് നമ്മൾ അതിന്റെ മുമ്പാകെ ഒന്ന് താഴുക, സമർപ്പിക്കപ്പെടുക, അതിനിടയായി തീർന്ന അതനുസരിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, അനുസരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായി. രാത്രി സന്തോഷമുള്ള ദൈവത്തിലൂടെ വിടുന്ന പരിശുദ്ധാത്മാവ് തരിക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ മറ്റൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1 to 4 വായിച്ചു. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുന്നു, നിന്നെ ഈ ഭൂമിയിലെ സകല
യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമാണ്. ചെറിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാനൊക്കത്തില്ല. ഒരു വലിയ കാര്യം തന്നെ. സ്വന്തം ദേശം വിടണം, സ്വന്തം ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ ജനിച്ചു വളർത്തപ്പെട്ട ഭവനം, ദേശം, ചാർച്ചക്കാർ ഇവരെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവത്തിന്റെ പദ്ധതി, ദൈവം ഒരുക്കി വെച്ച ദേശം ആര് കാണണം? അബ്രഹാം കാണണം. അബ്രഹാം കാണണമെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിച്ച് ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് നിത്യത നാം കാണണമെങ്കിൽ, നിത്യതയിൽ ചെന്നെത്തണമെങ്കിൽ അവൻ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. കേട്ടോ, ചുമ്മാ അങ്ങ് പോകാമെന്ന് വിചാരിച്ച നടക്കത്തില്ല. ചെറിയ കാര്യമല്ല. അവൻ പിതൃഭവനം വിടുക, ചാർച്ചക്കാരെ വിടുക, ദേശത്തെ വിടുക. ഇത് വിട്ടിറങ്ങി തിരിച്ച് അബ്രഹാമിനെ അനുഗ്രഹിപ്പാൻ, വിടുവിപ്പാൻ ദൈവം ശക്തനായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യരെ, ദൈവത്തിന്റെ വാക്ക് അവൻ മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്ക് നീ ഒന്ന് അനുസരിക്കാൻ തയ്യാറായാൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹം ആയിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും ദൈവം പറഞ്ഞതനുസരിച്ചോ. അടുത്ത വാക്യം പറയുന്നത്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. അപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 75 വയസ്സായിരുന്നു. 75 വയസ്സായിരുന്ന അബ്രഹാം കണ്ടു, അവൻ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. അവൻ പ്രായത്തിന്റെ വിഷയമല്ല അവിടെ കണ്ടു. അവൻ ചെറുപ്പക്കാരൻ മാത്രമല്ല അനുസരിക്കേണ്ടത്, യൗവനക്കാർ മാത്രമല്ല അനുസരിക്കേണ്ടത്, പ്രായമായവരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് മതിയാകത്തുള്ളൂ. അവൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആരെ അനുസരിക്കണം? നമ്മുടെ ദൈവത്തെ മാത്രമേ അനുസരിച്ചു പോയാൽ ദൈവം ഒരുക്കി വെച്ച ദേശം കാണുകയുള്ളൂ. ദൈവം ഒരുക്കി വെച്ച ദേശം നമുക്ക് അവകാശമായി ലഭിക്കുകയുള്ളൂ. സന്തോഷമുണ്ടോ? രാത്രി ദൈവം ഒരുക്കി വെച്ച ദേശം അവൻ കാണാനും ആഗ്രഹിക്കുന്നവർ, അത് ആ ദേശത്ത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ വിശ്വാസത്തോട് പ്രത്യാശയോടെ ആയിരിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ അനുസരിച്ച് സകലതും വിട്ട് അബ്രഹാം ഇറങ്ങി. അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കി ദൈവം മാറ്റി. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചെങ്കിൽ ദൈവം അബ്രഹാമിനെ ശപിച്ചവരെ ദൈവം ശപിപ്പാനിടയായിട്ടുണ്ട്. വചനം ചിന്തിക്കേണ്ടതുണ്ട്, വചനം എടുത്ത് അബ്രഹാമെ പ്രസംഗിക്കേണ്ടതുണ്ട്. എന്നാൽ സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ അവിടുന്ന് ഓടിപ്പോകുക. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ അബ്രഹാമിന്റെ മേൽ ദൈവം നിറവേറ്റി. അവന് സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മുടെ മേൽ ദൈവം വാഗ്ദത്തം ചെയ്തു. നമ്മൾ പറയുന്നത് എന്താ? എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തു മാസ്റ്റർ, എന്നോട് ദൈവം അരുളി ചെയ്തു, ദൈവമേ എന്നോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, അവൻ എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവം പറഞ്ഞത് വിശ്വാസത്തോട് അവയൊന്നും കാണാതെ ഒന്നും നോക്കാതെ ഒരു പൊട്ടനെ പോലെ, നീ ഒരു പൊട്ടിയെ പോലെ അനുസരിക്കാൻ നീ തയ്യാറായോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവന്റെ മേൽ അവൻ നിറവേറുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താ അനുസരിക്കേണ്ടത്? ദൈവത്തിന്റെ വചനം അനുസരിക്കുക. സ്വതന്ത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം അധ്യായം 7-ന്റെ 24 വായിച്ചു. മാത്യു ചാപ്റ്റർ 7 verse 24 and 25. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ
വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. കേട്ടോ, വീണില്ല. സന്തോഷമുണ്ടോ? രാത്രി ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു എന്താണ് പറയുന്നത്? സ്തോത്ര, ഹല്ലേലൂയ. എന്റെ ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് പോന്നവനാണോ? അല്ലെന്ന്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ വചനം എന്നാണോ? വചനങ്ങൾ എന്നാണോ? എന്റെ ഈ വചനങ്ങളെ കേട്ടോ, ദൈവത്തിന്റെ വചനങ്ങളെ കേട്ട് അവൻ ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ വീഴാതിരിക്കണമെങ്കിൽ, നീ വീണു പോകാതിരിക്കണമെങ്കിൽ, അനേകം വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്നത്. അബ്രഹാം വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച് ദൈവസന്നിധി നിന്നതുപോലെ ഒരു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ദൈവത്തിന്റെ കൽപ്പനയുടെ വലിപ്പമല്ല നീ നോക്കേണ്ടത്. ഇന്ന് സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചെങ്കിൽ അത് അനുസരിപ്പാൻ നീ തയ്യാറാകണം. കാരണം എന്താ? വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും. ഉണ്ടോ? പ്രശ്നമുണ്ടോ? പ്രതികൂലമുണ്ടോ? ഉണ്ട്. സ്വന്തം കാറ്റടിക്കുന്നുണ്ടോ? ഉണ്ട്. പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ ആ വീട്ടിന്മേൽ അടിച്ചു. അത് പാറമേൽ അടിസ്ഥാനം ഇട്ടതായതുകൊണ്ട് ആ വീട് തകർന്നില്ല. ഇന്ന് രാത്രി ദൈവ പൈതല്, നീ തകർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ഉറപ്പുള്ളവനായി ദൈവസന്നിധി നിൽക്കണമെങ്കിൽ, നിന്റെ ദൈവത്തിന്റെ കൃപ ദൈവം പറയുമ്പോ ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. കഴിയുന്നുണ്ടോ? ദൈവദാസന്മാർ സഭയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പാൻ കഴിയുന്നുണ്ടോ? എത്രയോ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവവൈതലേ, പ്രതികൂലം വരുമ്പോ, പ്രശ്നം വരുമ്പോ അവരെ ഇവരെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. അത് നിന്റെ ഭവനം വീഴാതിരിക്കണമെങ്കിൽ, നിന്റെ വിശ്വാസ ജീവിതം അത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ കുടുംബം വീഴാതിരിക്കണമെങ്കിൽ, ശത്രു നോക്കുന്നത് അത് നിന്നെ വീഴ്ത്തുവാനാ. ശത്രു പദ്ധതിയിടുന്നത്, ശത്രുവിന്റെ ലക്ഷ്യം നിന്റെ ആത്മീയ ജീവിതം തകരപ്പെടണം, നിന്റെ ആത്മീയ ജീവിതം തകർക്കപ്പെടണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരുന്നു. അത് ദൈവവചനത്തിലുള്ള ഉറപ്പ് ഒന്ന് മാത്രമാ. നീ ഒന്നും ചെയ്യേണ്ട. കേൾക്കുന്ന ആലോചന, കേൾക്കുന്ന വചനം അനുസരിപ്പാൻ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ വചനം അനുസരിപ്പാനുള്ളതാ. അതനുസരിച്ചാൽ നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അനുസരിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട വീടാണത്. അത് തകരാൻ ഒരിക്കലും കഴിയത്തില്ല. ലോകത്തിന്റെ കാറ്റുകൾ അടിച്ചാൽ, ലോകത്തിന്റെ കാറ്റുകൾ അതിനെ അടിച്ച് തകർക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും കഴിയത്തില്ല. ഇന്ന് സഭയ്ക്ക് തകർന്നു പോകാതിരിക്കുന്നതിന്റെ കാരണം ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. തകർന്നു പോകാതിരിക്കുന്നു ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്നു. സന്തോഷമുണ്ടോ? ദൈവത്തെ അനുസരിക്കും. അപ്പൊ ഇന്ന് രാത്രി അനുസരിക്കാനുള്ള വചനം. സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചു. നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഒറ്റ സ്നേഹിക്കും. സ്തോത്രം. അനുസരിച്ച പിതാവിനെ കുറിച്ച് കേട്ടു, ആ പിതാവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ടു. അനുസരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ദൈവാത്മാവ് സംസാരിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളോട് അനുസരിക്കേണ്ട കാര്യം
പത്രോസ് ശക്തമായി വിളിച്ചു പറയുക. എന്താണ്? സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പി, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. ഉറ്റു സ്നേഹിക്കും, ഹൃദയപൂർവം അന്യോന്യം, മതി, ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിക്കും. സന്തോഷമുണ്ടോ? ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ, ദൈവമക്കൾ അനുസരിക്കേണ്ട ഒരു കാര്യം അവൻ ഹൃദയപൂർവം അങ്ങ് പറയാൻ, ഹൃദയപൂർവം അന്യോന്യം കഴിയുന്നുണ്ട്. ഭർത്താവ് വിശ്വാസിയ, ഭാര്യ വിശ്വാസിയ, ഭർത്താവും ഭാര്യ വിശ്വാസിയ, കുഞ്ഞുങ്ങളും വിശ്വാസിയ. എങ്ങനെ ചെയ്യണം? ഹൃദയപൂർവം ഉറ്റു സ്നേഹിക്കുക. കർത്താവിനോടുള്ള സ്നേഹം അത് ഏറ്റവും വലിയ കാര്യം. അതിനുശേഷം ആരെ സ്നേഹിക്കണം? അവൻ മാതാപിതാക്കളെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, ദൈവത്തെ ഉറ്റു സ്നേഹിക്കണം, ഹൃദയംഗമായി സ്വന്തം ഉറ്റു സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ സ്നേഹിക്കണം. ഇന്ന് രാത്രി കഴിയുന്നുണ്ടോ? അതനുസരിപ്പാൻ കഴിയുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ എന്റെ ഉള്ളം കൊണ്ട് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. സന്തോഷമുള്ള ദൈവസഭയെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആമേ. സ്വോത്രം, 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 സ്വോത്രം. അവിടെ പത്രോസ് പറയാൻ അനുസരിക്കേണ്ട കാര്യം. ആമേ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രാത്രി ദൈവമക്കളെ അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ വചനം. ഉറ്റു സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കിൽ ആമേ, വെറുതെയുള്ള സ്നേഹമല്ല, ചുമ്മാ സ്നേഹിക്കാനല്ല, പരമാർത്ഥ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കാൻ രാത്രി കഴിയുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭവനത്തിലുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ തലമുറയെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആദ്യ സ്വതന്ത്രം ദൈവാത്മാവ് ചോദിക്കുക, അത് അനുസരിക്കാൻ കഴിഞ്ഞ സ്വത്രം ഒരു പുറവെറുപ്പോ, അത് എന്തെങ്കിലും ഒരു തർക്കങ്ങളോ എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോ, ദൈവം എന്നോട് ക്ഷമിച്ചു, എന്റെ കർത്താവിനോട് ക്ഷമിച്ചു, എന്റെ കർത്താവിനോട് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കേണ്ടവനാ, ഞാനും ക്ഷമിക്കേണ്ടവളാന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോ നാം ആരെ സ്നേഹിക്കുന്നു? നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം എവിടെ വ്യാപരിക്കുന്നു? എന്റെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നു. ആ കർത്താവിന്റെ സ്നേഹം എന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്നു. ആ കർത്താവിന്റെ സ്നേഹം എന്റെ തലമുറമേൽ വ്യാപരിക്കുന്നു. അനുസരിക്കുന്നവരുടെ വിടുതലുണ്ടോ? അനുസരിക്കുന്നവരുടെ വിടുതലുണ്ടെന്ന് രാത്രി പരിശുദ്ധാത്മാവ് അനുസരിക്കുന്നവരുടെ വിടുതലുണ്ട്. ദൈവാത്മാവ് വ്യക്തമായി പറയുക. നന്ദിയോടെ സ്തോത്രം. അവൻ ഹല്ലേലൂയ. 1 പത്രോസ് 1:22 അവിടെ വായിച്ചത്, സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി അവൻ നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം. പലർക്കും കഴിയാത്തൊരു കാര്യം, ഹൃദയപൂർവ്വം അന്യോന്യം. സ്വതന്ത്രം കഴിയുമോ? സ്വതന്ത്രം ഹൃദയപൂർവ്വം ഹൃദയംഗമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്വതന്ത്രം. ഞങ്ങൾ സമയം കൊണ്ടുപോവുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയപൂർവ്വം ഒന്നുറ്റു സ്നേഹിപ്പാൻ. സ്വതന്ത്രം. രാത്രി ദൈവസഭ അനുസരിക്കേണ്ട കാര്യം, ദൈവജനം അനുസരിക്കേണ്ട കാര്യം. അവൻ നമ്മളെ വീണ്ടെടുത്തത് കുറഞ്ഞ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാട് രക്തം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്തെങ്കിൽ ആ സ്നേഹം നമ്മളിലൂടെ ആർക്ക് പകരം മറ്റുള്ളവർക്ക് പകരുവാൻ, ദൈവസഭയിലുള്ളവർക്ക് പകരുവാൻ, കുടുംബത്തിനവരെ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുമ്പോ അത് കഴിയുന്നുണ്ടോ? കഴിയുന്നെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അനുസരിപ്പാൻ കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. പ്രവാചകൻ വന്ന് പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകൻ പ്രവചിച്ചു പോയി, അവൻ വിടേണ്ടതിനെ വിട്ടോണം.
സ്വോത്രം. പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, ദൈവസന്നിധി നിന്നവൻ പിന്നെ പോയി ആലോചന ചോദിക്കാൻ പോയില്ലെന്ന്. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? അത് സ്വോത്രം സ്വോത്രം. ദൈവാത്മാവ് ഒരു നന്മ തന്നാൽ അത് പ്രാപിച്ചോണം. ദൈവത്തെ അനുസരിച്ചത് പ്രാപിക്കാൻ തയ്യാറാകണം. അവിടെ നാം മറ്റൊന്നിനും നോക്കാൻ, മറ്റൊന്നും ചിന്തിക്കാൻ, മറ്റാരെയും ആലോചന ചോദിക്കാൻ പോരുത്. ഉറ്റ സ്നേഹം ദൈവത്തോടുണ്ടായിരിക്കണം. എന്റെ ദൈവമാ എന്നോട് ഇടപെട്ടത്. ആ സ്നേഹം നമ്മുടെ ഭവനത്തിൽ വ്യാപരിപ്പാൻ, അതിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കും. അതിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ സന്നിധി നമുക്ക് താഴ്മയോടെ കേട്ട വചനത്തിനോ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കേട്ട ആലോചന ഭാഗം നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച്. പരിശുദ്ധ ദൈവമേ, സമസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു ദൈവത്തെ ആരാധിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ അടിയുടെ ജീവിതത്തിൽ വലിയ കൃപയ്ക്കായി സ്തോത്രം. കടന്നു നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ആത്മാവിൽ പാടുവാനും ആരാധിപ്പാൻ കൃപ തന്നു, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കൃപ തന്നു, ആത്മാവിൽ സങ്കീർത്തനം തന്നു, ആത്മാവിൽ പ്രബോധനം തന്നു, ആത്മാവിൽ സാക്ഷികൾ എഴുന്നേൽപ്പിച്ചു, ആത്മാവിൽ വചനം ഞങ്ങൾക്ക് തന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ആ വിടുതന്റെ കരം അങ്ങ് നീട്ടിയതിനാൽ സ്തോത്രം. നമ്മുടെ വചനം ഞങ്ങളോട് ഇടപെട്ടല്ലോ. ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് അബ്രഹാം പിതാവ് ദൈവസന്നിധി നിന്നതുപോലെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, ദൈവവചനം അനുസരിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുൻപോട്ട് പോകുവാൻ, വാഗ്ദത്തം ചെയ്ത ദേശം, വാഗ്ദത്തം ചെയ്ത ദേശം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, അവൻ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി, ദൈവത്തെ അവൻ സന്നിധിയിൽ സ്നേഹമുള്ളവരായി, അവൻ ഭവനത്തിൽ സ്നേഹമുള്ളവരായി, അവൻ കുടുംബത്തിൽ സ്നേഹമുള്ളവരായി, ദേശത്ത് അവൻ ദൈവ സ്നേഹം വ്യാപരിക്കുന്നവരായി തീരുമോ? സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. ഏൽപ്പിക്കുന്നത് നല്ല നമ്മൾക്കായി വിടുതലിനായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോകും. ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. ആ വിഭവനത്തിൽ എത്തുവോളും അങ്ങനെ കൃപയും ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥന സഭ കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ കേൾക്കപ്പെട്ട ആലോചനകളുടെ ദൈവമക്കളുടെ സൂക്ഷിതാസനം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തു മാത്രം ചെയ്യുന്നത് കർത്താവിനെ നമ്മൾ സ്തുതിച്ചാട്ടെ. അമീൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം